ഇന്ന് 10-ാം തീയതിയായി. കടയിലെ കണക്ക് തീർത്തിട്ടില്ല. എനിക്ക് കാശ് വേണം. നാളെ തരാം. സത്യമാണോ? ശരി, ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി എന്റെ സ്വഭാവം മാറും. ഒരു പാഴ്സൽ ഉണ്ട്, അതിലൊരു ഒപ്പിട്ടെ. Hello, what can I do for you? Can you love me? അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? I love you. Hello? Hello? Yes? ലതീഷ, ഇത് ഞാനാ, അനന്തു. ദയവ് ചെയ്ത് ഫോൺ ഡിസ്കണക്ട് ചെയ്യരുത് പ്ലീസ്. ഓ ജീസസ്, അനന്തന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പ്ലീസ് ലീവ് മീ അലോൺ. ലതീഷ അങ്ങനെ പറയരുത്. ഇത് ശരിക്കും ഭ്രാന്താ. അതെ, ഭ്രാന്ത് തന്നെയാ. എനിക്ക് ലതീഷയില്ല ജീവിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ മരിക്കുന്നതാ നല്ലത്. മരിക്കാം, പക്ഷെ എങ്ങനെ മരിക്കണമെന്ന് ലതീഷ പറയണം. ഓ, അത് സിമ്പിൾ അല്ലേ? കടൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയാ മതി. ചാടാം, പക്ഷേ അപ്പോൾ ലതീഷ എന്നോടൊപ്പം ഉണ്ടാവണം. ഓ ഷുവർ. വൈകിട്ട് 5 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഇത് കളിയല്ല. ഞാൻ 1 മുതൽ 3 വരെ എണ്ണും. 1, 2, 3. ഒരു ചാൻസ് കൂടെ തരുന്നു. അതിനിടയ്ക്ക് മനസ്സുമാണെങ്കിൽ മാറിക്കോ. ഞാൻ പറഞ്ഞില്ലേ ചാടിക്കോളാൻ. I love you. അനന്തു, 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 അനന്തു. അനന്തു, 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 I love you, അനന്തു. അനന്തു, I love you, അനന്തു. അനന്തു, please. അനന്തു, I love you, അനന്തു, please. I love you, അനന്തു.
11 മണിക്ക് ഓഫീസിൽ വരണം. ഇന്ന് 11 മണിക്ക് ഓഫീസിൽ വരണം. മതി. ലതീഷ, ആ ചായ എടുത്തു കുടിക്ക്. അപ്പൻ എന്തോ നോക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ല. അങ്ങ് അപ്പം വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചില്ല. ഒന്നുമില്ല. അവര് ഒന്നുമില്ലേ. പൈസ തരാന്നല്ലേ പറഞ്ഞു. എന്താ മുരളി കാര്യം? വാട്ട് ഈസ് ദി പ്രോബ്ലം? ഒന്നുമില്ല സാർ. ഒന്നുമില്ല. എന്റെ ഒരു സ്ത്രീ ശബ്ദം കയറി പിടിക്കോ? സാർ ഇതൊരു കടവടപാടിന്റെ പ്രശ്നമാണ്. കടം വാങ്ങിച്ചാ കൊടുക്കണ്ടേ മുരളി? മോശല്ലേ? അയ്യേ. എത്ര തരാനുള്ളത് പെങ്ങളെ? 300 രൂപ. അയ്യോ സാറേ, താനൊന്നും പറയണ്ട. പണം ഞാൻ തരാം. ഓഫീസിൽ വന്നാ മതി. പോയിക്കോ. എല്ലാ പ്രശ്നവും തീർന്നല്ലോ? അല്ല, ഞങ്ങളുടെ പ്രശ്നം തീർന്നിട്ടില്ല. എന്താ നിന്റെ പ്രശ്നം? എന്തിനിപ്പോ ഈ കാശ് കൊടുക്കുന്ന ഞങ്ങൾക്ക് അറിയണം. ഇനി അതൊക്കെ അറിയണ്ടേ? പട്ടികളായിരുന്നു കള്ളന്മാര്. കാശ് കൊടുത്തു അറിയണം. മാനേജർ എവിടെയാ? മുറിയിലുണ്ട്. ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഇരിക്കണോ? വേണ്ട, ഞാനിവിടെ നിന്നോളാം. സന്തോഷായില്ലേ? സന്തോഷായി. പോട്ടെ. എത്ര അടക്കം ഒതുക്കമുള്ള പെൺകുട്ടി. ഈ സാമീതെന്ന് തുടങ്ങി. മോശം. ഹലോ, ഗുഡ് മോർണിംഗ്. Can I take my seat? എന്റെ പഴനി ആണ്ടവാ. ഇവരെന്തിനപ്പം ഇവിടെ ഇരുന്നുള്ളേ? കൊച്ചു കള്ളൻ. നോട്ടം കണ്ടില്ലേ? ഒന്നും അറിയാത്തതുപോലെ. ആ പിശാശി പെണ്ണിലെത്തി. ഈ തള്ള പിശാശിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ? പാവം, 11 മണിക്ക് ഞാൻ വരുമെന്ന് കരുതി കാണില്ല. എന്തേ? വേണ്ട, ഇനി നമ്മൾ തമ്മിൽ ഈ ഒളിച്ചൊളി വേണ്ട. ഞാൻ വെറുതെ ഒരു തമാശക്ക്. തമാശക്കാരെ എനിക്ക് ഇഷ്ടാ. അത് പൊട്ടുട്ടാ. പൊട്ടിയാലെന്താ? പൊട്ടിക്കോട്ടെ. സമയം ഇപ്പൊ കൃത്യം 11 മണിയായി. അതിനെന്താ? ഷട്ടിൽ കോക്കിന്റെ കാര്യം മറന്നുപോയോ? എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എനിക്ക് ദേഷ്യം വരും കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറയുന്നേ പ്ലീസ്. ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല. നമുക്ക് വേറെ എവിടെങ്കിലും വെച്ച് സംസാരിക്കാം. വൈകിട്ട് ആ റെസ്റ്റോറന്റിലായാലോ? നേരത്തെ പറഞ്ഞതായിരുന്നു. സോറി, വൈകുന്നേരം കാണാം. ബൈ. എന്റെ പൊന്നേ. ഐ ആം സോറി. വൈകുന്നേരം കാണാം. ബൈ. ഈ പഴത്തൊലിന്റെ മറ്റും ഇല്ലേ? എനക്കത് വിശ്വാസം വരുന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നേരിൽ കാണും, വിശ്വസിച്ചാ മതി. എന്റെ കെട്ടിയവനാ മറ്റോ ആയിരിക്കണമായിരുന്നു. ഞാൻ പോട്ടെ ചേച്ചി. പിന്നെ ഞാനാണിതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞേക്കല്ലേ. എന്ത് വേണം? ഐസ്ക്രീം. 2 ഐസ്ക്രീം. ലതീഷയുടെ കണ്ണിൽ എന്നെ ശരിക്കും കാണാം. അനന്തുവിന്റെ കണ്ണിൽ എന്നെയും കാണാം. നമുക്കിങ്ങനെ നോക്കിയിരുന്നാലോ? കൊതി തീരും വരെ. ആരെങ്കിലും കണ്ട മോശമാ. അയ്യോ,
എന്താ അപ്പാ അയ്യോ അനന്തു ഒറ്റക്കിരുന്ന് മുഷിഞ്ഞോ? അങ്കിൾ എന്താ ഇവിടെ? സ്വീറ്റ് ഡാർലിംഗ് എന്നല്ലേ കത്തിലൂടെ നീ എന്നെ വിളിക്കാറ്? പുറത്തങ്ങനെ വിളിക്കാൻ മടിയായിരിക്കും അല്ലേ? അങ്കിൾ മടിയായിരിക്കും അല്ലേ? മടിയായിട്ടല്ല, ഇന്ന് ലീവാ. ലീവ് എനിക്കും കിട്ടും, സമയാവട്ടെ. ആദ്യം എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. എങ്കിൽ ഞാൻ വരട്ടെ? ഇപ്പൊ വേണ്ട, ഞാൻ പറയാം. അതല്ല, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വന്നാൽ ശരിയാവില്ല, എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ഹാവ് സോറി, ഒത്തിരി നേരമായോ വന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വരുമായിരുന്നു. മുഷിഞ്ഞോ? കുറച്ച് മുഷിഞ്ഞു, നാളെ അലക്കാൻ കൊടുക്കണം. കൊറേ മുഷിഞ്ഞു തോന്നുന്നുണ്ടോ? ജോക്കിങ്. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചോ? ചുമന്ന പൂ, ചുമന്ന പൂ എനിക്കിഷ്ടാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഐസ്ക്രീം ഓർഡർ ചെയ്തിരിക്കുന്നു. എനിക്ക് ഐസ്ക്രീം എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? കൊച്ചു കള്ളൻ. കഴിക്കുന്നേ? എനിക്ക് വേണ്ടെന്ന്. കഴിക്കുന്നേ? എനിക്ക് വേണ്ടെന്ന്. കഴിക്കുന്നേ? നല്ല ഐസ്ക്രീം. എനിക്ക് വേണ്ട. കുറച്ച് കഴിക്കണം. പ്ലീസ്. വേണ്ട. വഴക്കുണ്ടാക്കിയിട്ടും ബഹളം ഉണ്ടാക്കിയിട്ടും ഒന്നും എനിക്ക് കാര്യമില്ല. ആണുങ്ങൾ അങ്ങനെയാ, സ്നേഹപൂർവ്വം മയക്കെടുക്കുക നമ്മൾ ചെയ്യേണ്ടത്. மூத்த பையனுக்கு வயசு 24 ஆச்சு. இந்த வயசு காலத்துல இந்த மனுஷனுக்கு எனக்கு ஓக்கம் கூட வைய. எனக்கு தெரியும் அந்த சட்டக்காரி என்னமோ கூடோத்திரம் பண்ணிருக்கு. ഏയ്, ചട്ടക്കാരിയൊക്കെ അങ്ങനെ കൂടോത്രൊന്നുമില്ല. ഉണ്ടാവും. ഒരു കൂടോത്രക്കാരനെ അടിക്കടി அந்த വീட்டுக்கு പോறது ഞാൻ പാത്തിருக்கு. ചേച്ചി കരയണ്ട, ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. മോനെ പതി, മോളെ എങ്ങോട്ട് വാ. നിങ്ങളുടെ അമ്മയ്ക്ക് പ്രാന്തളി. വാ വാ, അമ്മ. ഉനക്ക് എന്നെ ആച്ചടി സുബ്ബമ്മ.
1 2 3 4 5 നീ പച്ച സാരി കെട്ടിരിക്കേ പിന്നെ എന്നെ സാരി കെട്ടണോ? സാരി ഇല്ലേ? വാങ്ങി വെച്ചിരിക്കാങ്ക മഞ്ഞ സാരി നിറയെ. അയ്യ. എന്തേ എന്തേ എന്ന് One, 2, 3, 4. கொஞ்ச நாளா நான் கவனிச்சுட்டே இருக்கு. எதுக்காக நீங்க தலையில இந்த கரியெல்லாம் போடுறீங்க? 28 வருஷம் ஆயிடுச்சு என்ன கல்யாணம் பண்ணி. ஒரு நாளாவது ஒரு சினிமாக்கு கூட்டிட்டு போயிருக்கா? சொல்லுங்கண்ணா. ഇല്ല. അവിടെ ഒരു പ്രാണനാഥൻ. വീട്ടുകാർ എതിർത്താ நீங்க ഒളിച്ചോടി പോയിടുங்க അല്ലേ? ഇല്ല. എന്നെ പസങ്ങളെ കൊന്നിട്ട് പോയിടുங்க. அப்பதான் நல்லா இருக்கும். ഫസ്റ്റ് ടൈം പ്രിയപ്പെട്ട വിജി, വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ കോച്ചിങ് കഴിഞ്ഞു. 18-ാം തീയതി ഞാൻ നാട്ടിലെത്തും. ചില തീരുമാനങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. എന്തും തരണം ചെയ്യാൻ നീ എന്നോടൊപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ, സ്വന്തം കിഷോർ. சொல்லடி. எடியவே யாரடி? சொல்லுடே. சொல்லடி. இவன் யாரு? சொல்லடி. யாரே இவன்? சொல்லு. എന്താ 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 വാട്ട് ഇസ് ദി പ്രോബ്ലം? அப்பா குணம் தானே பொண்ணுக்கு. அப்பா ஒரு வழிக்கு, பொண்ணு வேறொரு வழிக்கு. இத பாருங்க. കുടുംബത്തിന്റെ മാനം കളയല്ലേടി? ഞാൻ അറിയാണ്ട് அப்பா ஐயோ ஐயோ அப்பா ஐயோ ஐயோ ஓடிக்காதீங்க ஐயோ அப்பா வேண்டாங்க அப்பா ஐயோ കുടുംബത്തിന്റെ മാനം കളയാൻ തള്ളി മക്കൾ എന്തൊരു ശല്യം അത് പണ്ടാറടങ്ങാനായത്. സത്യം പറയടി, കിഷോറിന് നിനക്ക് ഇഷ്ട? കൊല്ലു നിന്നെ ഞാൻ. അച്ഛനല്ലാതെ നീ പ്രേമിക്ക? ഇത് ചുമ്മാതെയാ. കല്യാണം ഞാൻ നടത്തി തരാം. കിഷോറിന് എനിക്കറിയാം. കരയിടി എന്നെ ഞാൻ വരൂ വരൂ. അപ്പാ അമ്മ അപ്പാ ഓടി വാങ്ങേ. അമ്മ അപ്പാ ഞങ്ങളെ അനുഗ്രഹിച്ചിടുങ്ക അപ്പാ. അപ്പാ അയ്യോ 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 വിഴുന്നിടിച്ചേ. അപ്പാ ഞങ്ങളെ അനുഗ്രഹിച്ചിടുങ്ക അപ്പാ. അനുഗ്രഹിക്കടി, അവന് റാങ്ക് കിട്ടിയിട്ടുണ്ടാവും. அப்படியா നല്ലായിരുമാ. ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ എന്റെ അപ്പ. അമ്മ പിന്നെ ഞങ്ങള് കല്യാണം കഴിച്ചപ്പാ. കഴിച്ചോ? അതെ അപ്പാ. കടവുളേ ഓ